ഹലോ, എന്താണ് നിന്റെ തീരുമാനം? സയൻസായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പഠനത്തിന് ഞാൻ പോകുന്നില്ല. പിന്നെന്തിനാ സയൻസ് പഠിച്ചത്? എടുത്തുചാട്ടങ്ങളുടെ പുറത്ത് അബദ്ധങ്ങൾ ആർക്കും പറ്റും. നിന്നെ 2 വർഷം പഠിപ്പിച്ചത് ഞാനാ. ഇറിനെ, നീ എൻ്റെ ഇഷ്ടങ്ങൾ കൂടി നോക്ക്. നിന്റെ എന്ത് ഇഷ്ടങ്ങൾ ആൽബിനെ? കുറെ കല്ലെറിയും, കത്തിക്കും, നശിപ്പിക്കും. ഇനി എന്ത് ചെയ്യാനാ? എഴുത്തും വരയും. ഓ, ഇനിയിപ്പോ അഹിംസാരീതി ആയിരിക്കുംല്ലേ? നിനക്ക് പറ്റുന്ന വല്ലതും ചെയ്തൂടെ മോനെ? അഴിമതിക്കും അനീതിക്കും ഇവിടെ ഒരിക്കലും അവസാനം ഉണ്ടാവില്ല. എന്ന് വെച്ച് കയ്യും കെട്ടി നോക്കിക്കാൻ പറ്റുമോ? ഇനിയും ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ എഴുത്. പ്രസന്റ് ഇന്ത്യൻ പൊളിറ്റീസ് ജോക്കോസ് എന്ന ടൈറ്റിൽ വെച്ച് ഒരു ഹാർഡ് പേപ്പർ ബുക്ക്. കുറേ നേരമോ വന്നിട്ട്? കുറച്ച് ചിക്കോ, ആളെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയതാ, യാതൊരു റെസ്പോൺസും ഇല്ല. എന്താ പറഞ്ഞേ? അല്ല, കോണ്ടാക്ട് ചെയ്യാൻ. നീ ചോദിച്ചത് ഇതാ. ആതിരാസാഗര, റോസ്ബെറി ഹൗസ്, ദേവികുളം, മൂന്നാർ, ഇടുക്കി ഡിസ്ട്രിക്ട്, കേരള 685613. ഇതടുത്തല്ലേ? എനിക്ക് പോകാനില്ലല്ലോ. നീ അങ്ങോട്ട് രജിക്ഷൻ വാങ്ങുന്നതിനേക്കാൾ നല്ലതല്ല തോന്നുന്നു. അതെന്താ മനസ്സിലായില്ല? അടികൊള്ളാത്ത രീതിയിൽ കാര്യങ്ങൾ നീക്ക് പോക്കാക്കണ്ടേ? അതുമല്ല, ഗ്രൂപ്പിൽ ചേരാനല്ലേ ഒരു ലെറ്റർ തന്നെ നല്ലത്. ചില ചോദ്യങ്ങൾ ചോദിക്കണം, സംശയങ്ങൾ തീർക്കണം, അത്രേ ഉള്ളൂ. ആൽബിനി, ഇവിടെ ആർക്കും പ്രതികരിക്കുക, വിമർശിക്കുക, ആർക്കും ആരോടും ചോദ്യങ്ങളും ചോദിക്കാം. അതിപ്പോൾ കാക്കിയിട്ടവനോടായാലും കതിരിട്ടവനോടായാലും കാവ്യ പൂശുന്നവനോടായാലും ശരി. പക്ഷേ അതൊക്കെ അഴിമതികൾക്കും അനീതികൾക്കും എതിരാവണമെന്ന് മാത്രം. ആതിരയ്ക്ക് പറ്റിയതെല്ലാം നീ എന്നോട് പറഞ്ഞല്ലോ. ഇനി ക്ലാസ് റൂമിൽ വെച്ച് അധ്യാപകൻ തന്റെ സുഹൃത്തായ ഹന്ന തമന്നയുടെ തട്ടം മുറിച്ച് താഴെയിട്ടുവെന്ന്. എടാ, ആതിരിൻ്റെ സ്വഭാവം നിനക്കറിയാലോ. എവിടെ എന്ത് കുറ്റം കണ്ടാലും തലയിടും. ഇത് കണ്ടിട്ട് നീ എന്തിനാ തുള്ളാൻ നിന്നേ? അതും ക്ലാസ് എടുക്കുന്ന സാറിനിട്ട് ഉണ്ടാക്കാൻ പോയേക്കണം. എടാ, ഒരു അധ്യാപകനാകുമ്പോൾ അയാൾ കീപ്പ് ചെയ്യേണ്ട മിനിമം ചില മര്യാദകളിൽ അതുപോലും അയാൾക്കില്ല. ക്ലാസ്സിൽ ലാസ്റ്റ് ബെഞ്ചിലിരിക്കുന്ന ഒരു പെൺകുട്ടി ഹന്ന തമന്ന ഇരിക്കുന്നത് ആതിരൻ്റെ തൊട്ടടുത്ത്. ഇയാൾ അവളോട് ഫസ്റ്റ് ബെഞ്ചിൽ ചെന്നിരിക്കാൻ പറഞ്ഞു. സീറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാവരും ചെയ്യുന്നതല്ലേ, അതിനെന്താ? അതിനല്ല, ഹന്ന ഫസ്റ്റ് ബെഞ്ചിനടുത്ത് എത്തിയപ്പോൾ അയാൾ അവളെ തോളത്ത് കൈവച്ച് മോളെ, എൻ്റെ ക്ലാസ്സിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞ് അവളുടെ തട്ടം വലിച്ച് താഴിട്ടു. അവിടെ ചെന്ന് ഇരിക്കും മോളെ. അയാൾക്കൊരു തെറ്റായ ഉദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അവിടെ നടന്നത് ആതിര നോക്കി കണ്ടത് വേറൊരു രീതിയിലായിരുന്നു. സാറേ, ഒരുമാതിരി സംഗി കളിക്കാൻ നിൽക്കല്ലേ. എന്നിട്ട് പിന്നെ നീ എന്ത് ചെയ്യടി? ഞാൻ നിൽക്കുന്നതിൻ്റെ ചുറ്റുമുള്ള ചുവരുകൾക്കുള്ളിൽ നിൻ്റെ ഒന്നും രാഷ്ട്രീയം വീവില്ല, മനസ്സിലായോ? അത് കഴിഞ്ഞ് എന്നെ തട്ടെടുക്കാൻ കഴിഞ്ഞപ്പോൾ അയാളൊരു നോട്ടം നോക്കി ഒരു ചിരിയിരിച്ചു. എന്തോ മനസാക്ഷി കുത്തോണ്ട് തന്നെ അയാൾ ചെയ്യുന്നതോരൊന്നും നോക്കിക്കാൻ പറ്റിയില്ല. അന്ന, ഒരു മിനിറ്റ്. എന്താടാ? എടുക്ക്. എന്ത്? എങ്ങനെ എടുക്കണം തട്ടോ? സ്റ്റീവേ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി വരുന്നതാണ് നോക്കേണ്ടത്. പീറ്ററിന് എങ്ങനെയുണ്ട്? അതേ കടപ്പ. ഓ, എന്നാ പോട്ടെ, പിന്നെ കാണണം. അച്ചിക്കോ. സ്റ്റീവ്, ഞാൻ മുമ്പ് കണ്ടത് വെച്ച് നോക്കുമ്പോൾ ആളാകെ മാറി. ഇപ്പോൾ അങ്ങനെ ആരോടും ഒന്നിനോടും എതിർക്കാറില്ല. 1.5 വർഷം മുമ്പ് കോളേജിലെ BRTP ട്രൂപ്പിൻ്റെ ഫൗണ്ടർ ആതിരാസാഗര, അവിടുത്തെ പൊളിറ്റിക്സ് അധ്യാപകൻ സുധാകരൻ തമ്പിക്കെതിരെ കൊടുത്ത പരാതിയുമായി ബന്ധപ്പെട്ട ഒരു കേസ് എല്ലാവരും മൊത്തത്തിലൊന്ന് കുഴപ്പിച്ചു. ക്ലാസ് റൂമിൽ
വെച്ച് അധ്യാപകൻ തന്റെ സുഹൃത്തായ ഹന്ന തമന്നയുടെ തട്ടം വരച്ച് താഴെയിട്ടുവെന്നും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കുകയും അപമാനപ്പെടുത്തുകയും ചോദ്യം ചെയ്ത് തന്നെ മർദ്ദിച്ചു എന്നുള്ള പരാതിയിൽ ജേർണലിസ്റ്റ് വിദ്യാർത്ഥിനി ആതിര സാഗർ നൽകിയ പരാതി പരിഗണിക്കാൻ കഴിയില്ലെന്ന് സ്ഥലം പോലീസ് ഉദ്യോഗസ്ഥർ. ആതിര കോളേജിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളിലും ഇടപെടാറുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി എന്ന രീതിയിൽ സംഭവത്തിൻ്റെ ഗൗരവം ആരും കണക്കിലെടുത്തില്ല. പക്ഷേ ഇന്ന് ഇടുക്കി ഭരിക്കുന്ന പല ന്യൂസ് മീഡിയകളും അവർക്ക് വീണ് കിട്ടിയ ഈ സംഭവം അറിഞ്ഞതു മുതൽ പിന്നെ അങ്ങോട്ട് പത്രങ്ങളുടെ ഫസ്റ്റ് പേജുകളിലും അവരുടെ ചാനലുകളിലും അത് ആഘോഷിച്ചു. എന്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പരാതി പരിഗണിക്കുന്നില്ല എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. മീഡിയ നടത്തിയ ഒരു സ്വകാര്യ അന്വേഷണത്തിൽ പരാതിക്ക് ആസ്പദമായ സംഭവം നടന്നത് ക്ലാസ് മുറിയിലെന്നാണ് പരാതിക്കാരിയായ ആതിര സാഗര പറയുന്നത്. ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ ഒരു 10-60 പേരെങ്കിലും ഉണ്ടായിരിക്കും. എന്നാൽ പരാതിയിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ കണ്ടവരാരുമില്ല എന്നാണ് പോലീസിന്റെ അടുത്തു നിന്നും ലഭിച്ച വിവരം. ഇടുക്കിയിലെ വളർന്നു വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ജനങ്ങളുടെ സ്വാധീനം പിടിച്ചു പറ്റാനുള്ള അവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ഒരു ഭാഗത്തു നിന്ന് ഫണ്ടിങ് ചെയ്തിരുന്നത് എല്ലാത്തിനും കാരണക്കാരനായ പ്രമാണിയായ സുധാകരൻ തമ്പി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ നിയന്ത്രണത്തിലുള്ള കോളേജിലെ ക്ലാസ് റൂമിൽ അയാൾ കാരണം തന്നെ ഉണ്ടായ സംഭവ വികാസങ്ങൾ പുറത്തറിയരുതെന്ന് അയാൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. രാഷ്ട്രീയ പിടിപാടുകൾ ഉപയോഗപ്പെടുത്തിയും മറ്റ് സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കാമെന്ന് ഉറപ്പുകൊടുത്ത് ക്ലാസ്സിലുണ്ടായിരുന്ന സാക്ഷികളായ എല്ലാവരെയും അയാൾ മിണ്ടാതിരുത്തി. അതേപോലെ തന്നെ പരാതിയിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഹന്ന തമന്ന എന്ന പെൺകുട്ടി ആ കോളേജിൽ തന്നെ ഇല്ല എന്നാണ് അവരുടെ ഭാഗത്തു നിന്നും ലഭിച്ചിരിക്കുന്ന വിവരം. ഈ പരാതി നൽകിയ ആതിര സാഗരയ്ക്ക് അധ്യാപകനായ സുധാകരൻ തമ്പിയോടുള്ള മുൻവൈരാഗ്യത്തിന്റെ പേരിലാണ് ഇത്തരത്തിലൊരു സംഭവം ചമഞ്ഞെടുത്തതെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. ഇനി ശരിക്കും ഈ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ വേണ്ടത്ര തെളിവുകളോ സാക്ഷികളോ ഇല്ലാതെ പോലീസ് എങ്ങനെ നടത്തിക്കൊണ്ടു പോകും എന്നാണ് ചോദ്യം. ഇൻസ്പെക്ടർ പറഞ്ഞതുപോലെ തന്നെ തെളിവുകളോ സാക്ഷികളോ ഇല്ലാതെ ഈ കേസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഹലോ എടാ, ശരിക്കും സംഭവം നടക്കുമ്പോൾ ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരുന്നു? 68 പ്രസന്റ് ആയിരുന്നു. 68 ആളുണ്ടായിട്ട് ഇപ്പോൾ ആരും കണ്ടില്ലെന്നോ? എനിക്കോ അതിരക്കൊഴികെ ഹന്ന തമന്നക്കടക്ക് 66 പേർക്ക് ഇപ്പോൾ സുധാകരൻ തമ്പിയുടെ വക പാരിതോഷികം കിട്ടിക്കാണും. അതുകൊണ്ട് ആരും പറയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് അയാൾ വരുത്തി തീർത്തതുകൊണ്ട് പുറത്തു അതിന് കഴിഞ്ഞതിനെ പറ്റി അയാൾ ആരടുത്തും പറയില്ല. അതുകൊണ്ട് ഞാൻ പറയാൻ പോകും. പുറത്തിറങ്ങിയ തമ്പിപ്പടം നിന്നെ കത്തി. മൊത്തത്തിൽ കത്തല്ലേ? കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ എങ്ങനെ സത്യങ്ങൾ തെളിയും? സത്യങ്ങളല്ലേ തെളിഞ്ഞോളൂ. ഈ ലൈവ് ആരൊക്കെ കാണും, ആർക്ക് വേണ്ടിയാണ്, എന്താണ് ഞാൻ പറയാൻ പോകുന്നത് എന്നൊക്കെ ചിലർക്ക് അറിയുന്നുണ്ടാവും. ക്യാമ്പസിലെ BRTP ഫൗണ്ടർ ആതിര സാഗര ഇന്നലെ വൈകുന്നേരം കൊടുത്ത പരാതിയെ പറ്റിയാണ് വാർത്തകൾ മൊത്തം. സംഭവത്തിൻ്റെ സത്യാവസ്ഥ അത് കണ്ടവർക്കറിയാം. ഐ റിപ്പീറ്റ്, സത്യം കണ്ടവർക്കറിയാം. സംഭവം നടക്കുമ്പോൾ ക്ലാസ്സിൽ 68 പേരുണ്ടായിരുന്നു. ക്ലാസ് റൂമിൽ സ്വന്തം പൊളിറ്റിക്സ് രീതി മാത്രം വിളിച്ചു പറയുന്ന സുധാകരൻ തമ്പിയെ കൂടി കൂട്ടി 69, 69. കുറച്ചും കൂടി വൈകിയിരുന്നതിൽ കാണായിരുന്നു. ഡിഡ് യു ഗെറ്റ് ഇറ്റ്? 69 പേരിൽ ഒരാളാണ്. ഇനി സത്യം ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ന്യൂസ് ഫീൽഡുകൾ കാണുന്നതിൽ 50% മാത്രമാണ് സത്യം. അതാ പരാതിയാണ്. ഇനി കോളേജിൽ ഹന്ന തമന്ന എന്നൊരു പെൺകുട്ടി പഠിക്കുന്നില്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഞാനിരിക്കുന്ന അതേ ക്ലാസ്സിൽ ലെഫ്റ്റ് സൈഡ് ലാസ്റ്റ് ബെഞ്ചിലാണ് അവൾ ഇരിക്കുന്നത്. പ്രൂഫ്. ഓരോ സെലിബ്രേഷൻ വരുമ്പോഴും എല്ലാവരുടെ അടുത്ത് ഫോട്ടോസിലും സെൽഫീസിലും ഹന്ന ഉള്ളതായിട്ടുള്ള പിക്സ് എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അത് ഞാനിവിടെ ഷെയർ ചെയ്ത തെരുവുനായികൾക്ക് എല്ലാം കഷ്ണം കിട്ടിയ പോലെ നാളെ ത്രെഡ്സ് മുതൽ X വരെ ആ പിക്സ് ആയിരിക്കും. ഞാൻ ഷെയർ ചെയ്തില്ലെങ്കിൽ ആ പിക്സ് പുറത്തു വരുമെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തല്ലേ പറ്റൂ. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവണമെന്ന് കരുതിക്കൊണ്ടാവണം. അനുഭവങ്ങളും അറിയാവുന്ന സത്യങ്ങളും കിട്ടിയ തെളിവുകളും വെച്ച് സ്റ്റീവ് ഒരു FB ലൈവ് സ്ട്രീം ചെയ്തു. അപ്പോൾ മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. സ്റ്റീവിൻ്റെ ലൈവിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് ആതിരയുടെ ഫോൺ കോൾ വന്നു. ആതിര എന്തോ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി എൻ്റെ ചേച്ചി ഇവാന ആതിര അന്വേഷിച്ചിറങ്ങി. സ്റ്റീവിൻ്റെ ജീവന് ഭീഷണിയുള്ളതുകൊണ്ടും ആരും അവനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാത്തതുകൊണ്ടും ഒന്നും അവൻ അറിയുന്നുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ വിചാരിച്ചതിനപ്പുറം ആളിക്കത്തി. സ്റ്റീവിന് തെളിവുകൾ ശേഖരിച്ചു കൊടുത്ത കോളേജിലെ സെക്യൂരിറ്റിയും സ്റ്റീവിനെ അവസാനം കോൺടാക്ട് ചെയ്ത റോണി
സുധാകരൻ തമ്പി ഏർപ്പാടാക്കിയ വാടക കൊലയാളിയുടെ കത്തിക്ക് മുമ്പിൽ മുട്ടുകുത്തി. ചിന്നക്കനാൽ ദേവിക്കുളം അതിർത്തി വരമ്പിലെവിടെയോ അയാൾ അവരെ കുഴിച്ചുമൂടി. സംഭവം കണ്ട അന്നത്തെ റേഞ്ചർ ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും കാര്യമായ നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ആതിരയുടെ കോൾ വന്ന ആ ക്രിസ്മസ് രാത്രി വീട് വിട്ടിറങ്ങി എൻ്റെ ചേച്ചി ഇവാന പിന്നെ തിരിച്ചു വന്നില്ല. കാണാനില്ലെന്ന പരാതി പോലീസിന് നൽകിയെങ്കിലും അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞവരെന്നെ പലവട്ടം മാറ്റി നിർത്തി. ചേച്ചിയുടെ അറിയില്ല. ഇവാന എവിടെയാണെന്ന ചോദ്യത്തിന് എല്ലാ സാധ്യതയും മുന്നിൽ നിർത്തി അന്വേഷിക്കാത്ത സ്ഥലങ്ങളും തിരയാത്ത വഴികളുമില്ല. ഇവാന മിസ്സായതിനെപ്പറ്റി സ്റ്റീവ് ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. അറിയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അവൻ ചെയ്തതിൽ ഒരു ശരിയുണ്ടായിരുന്നു. മറക്കാനാവാത്തൊരു ക്രിസ്മസ് രാത്രി. അറിഞ്ഞിട്ടും അറിയാത്ത പോലെ ഇനി എത്ര ദിവസം മനസ്സിൽ നിന്ന് പോകുന്നില്ലെങ്കിലും ആ രാത്രി മറന്നേ പറ്റൂ. ഹലോ. ഹായ് സ്റ്റീവ്. ആരാ? തമ്പിയുടെ തമ്പിയാ. എന്താ കാര്യം? ആതിര സാഗര ആർഗർ ആൻഡ് ഷീ റെഡി ടു ഡു ദ പൊസിഷൻ 69. എന്റെ കോട്ടേജിന് ചുറ്റും ആരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവര് വന്ന് ഡോറ് തുറക്കാതായപ്പോ പോയി. എനിക്ക് പേടി തോന്നിട്ട് ഞാൻ ഇവാനിയെ വിളിച്ചിരുന്നു. അവളാണെങ്കിൽ ഇവിടെ എത്തിയിട്ടില്ല. നീ വിളിച്ചു. അവർക്ക് ആള് മാറി. ആതിരക്ക് പകരം ഇവാന. ഹലോ. കുറച്ച് നേരത്തെ ചെക്ക് പോസ്റ്റ് കിടന്നൊരു ജീപ്പ് പോയില്ലേ? രജിസ്റ്റർ നോക്കിയിട്ട് അവർ എവിടുന്ന വന്നതെന്നൊന്ന് പറയൂ. അത് തമ്പിയുടെ ആളുകളാ. അവർ ആതിരാന്ന് കരുതി യുവാനെ കൊണ്ടുപോയി. അവരിൽ ഒരാൾ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മിണ്ടാതെ ഒതുങ്ങാൻ നോക്ക്. ഇല്ലെങ്കിൽ നേരെ
വെക്കുമ്പോഴത്തേക്കും ഓരോന്നിനെയും അവർ വീഴ്ത്തും. ആൽബിനോട് അവൻ്റെ ചേച്ചിയെ പറ്റി എങ്ങനെ കാര്യം പറയും? എവിടേക്ക് പോയി തരയും? എത്ര ദൂരം ഓടേണ്ടി വരും അറിയില്ല. കണ്ണിൽ ഇരുട്ട് നിറഞ്ഞൊരവസ്ഥ. ഇവാന എവിടെയെന്ന ചോദ്യത്തിന് ഇന്നും വ്യക്തമായ ഉത്തരവില്ല. ആരും അറിയാത്ത രീതിയിൽ ആൽബിൻ ഇവാനയെ തിരയുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ദിവസവും വീട്ടിലേക്കുള്ള വഴിയിലേക്ക് നോക്കി നിൽക്കും. എന്തെങ്കിലും വന്നാലോ? ആതിര ഇവാനെ അന്ന് രാത്രി കണ്ടിരുന്നെങ്കിൽ എവിടെയെന്ന ചോദ്യത്തിനൊരു ഉത്തരവുണ്ടായേനെ. ഒരു കാര്യം ഉറപ്പാണ്, ആതിര അന്ന് ഇവാനെ കണ്ടിട്ടില്ല. അബേലടക്കം ഇവാനെ അറിയുന്ന എല്ലാവരെയും ഞാൻ കാണുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഇവാനയ്ക്ക് എന്ത് പറ്റിയെന്ന ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ സ്റ്റീവിൽ അതില്ലായിരുന്നു. കാരണം നടന്നതൊന്നും അറിയാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും വെളിപ്പെടുത്താനാവാത്തതുകൊണ്ട്, അതുമല്ലെങ്കിൽ എൻ്റെ തോന്നലാവാം. വിക്ടിം ഹന്ന തമന്ന, ആതിര, അന്നത്തെ CI ജോസഫ്, റേഞ്ചർ, PRTP മെമ്പേഴ്സ്, പിന്നെ സുധാകരൻ തമ്പി. ഇവരൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ല. എന്നിരുന്നാലും ആതിരയിൽ നിന്ന് തുടങ്ങി ഇവാനയിലേക്ക് എത്തും വരെ എൻ്റെ ചോദ്യങ്ങളും അന്വേഷണങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും. പാപം പടരും ഈ നേരം മണ്ണിൽ അലയും വരും ചില്ലയും നിലയും ഇതഴും ഒരു കനവായി കണ്ടിരാം തിന്മകൾ കാണെ പടരെ പറഞ്ഞിരാം മഴക്കാലം